വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് എന്നാണ് ചോദ്യം. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ശക്തമായി ചെറുത്ത കേരള നവോത്ഥാന നായകനാരാണ്? ഒരു 40 ചോദ്യം. പെട്ടെന്ന് ചെയ്യാം, പെട്ടെന്ന് പോവാം. രാത്രിയായി, വൈകി, അറിയാം. ഓക്കെ, ശരി, സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, വയനാട് ഹെറിറ്റേജ് മ്യൂസിയം എവിടെ എന്നാണ് ചോദ്യം. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം എവിടെ എന്നാണ് ചോദ്യം. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം അറിയാന്നുള്ള ഉത്തരം കമന്റ് ചെയ്തേ. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം എവിടെയാ? വയനാടാണ്. വയനാടിൽ എവിടെയെന്ന് കേട്ട് കഴിഞ്ഞാൽ അമ്പലവയലാണ് കേട്ടോ ഹെറിറ്റേജ് മ്യൂസിയം. ഹെറിറ്റേജ് മ്യൂസിയം അല്ലെങ്കിൽ പൈതൃക മ്യൂസിയം നമ്മളത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. പൈതൃകമുള്ള അമ്പലം എന്ന രീതിയിൽ നമ്മളത് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. പൈതൃകമുള്ള അമ്പലം, അതുപോലെ തന്നെ ചരിത്രമുറങ്ങുന്ന പള്ളി, അതായത് ഹിസ്റ്ററി മ്യൂസിയം. ഹിസ്റ്ററി മ്യൂസിയം എവിടെയാണ്? ഹിസ്റ്ററി മ്യൂസിയം എവിടെയാണ്? ഹിസ്റ്ററി മ്യൂസിയം ഇടപ്പള്ളിയിലാണ്. ഹിസ്റ്ററി മ്യൂസിയം എവിടെയാണ്? ഇടപ്പള്ളിയിലാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഹെറിറ്റേജ് വെച്ചാൽ പൈതൃകമുള്ള അമ്പലവും ചരിത്രമുറങ്ങുന്ന പള്ളിയും. അപ്പൊ രണ്ടും ഓർത്തിരിക്കുക. ഓക്കെ, അമ്പലവയലിൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പറയാൻ പറ്റും? അമ്പലവയലിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? അമ്പലവയലില് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്, ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമ്പലവയലിലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലിലാണ്. അതുപോലെ തന്നെ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ എന്താണ് പിള്ളേരെ? റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? അമ്പലവയലിലാണ്. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? അമ്പലവയലിലാണ് കേട്ടോ, അമ്പലവയലിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ്? MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ്? വയനാടിലാണ്. വയനാട്ടിൽ എവിടെയാണ്ടാ? കൽപ്പറ്റയിലാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ വയനാട് കൽപ്പറ്റയിലാണ് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? അതും വയനാടാണ്. പൂക്കോടാണ് അല്ലേ? പൂക്കോട് വയനാട് അല്ലേ? കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പൂക്കോട് വയനാടാണ്. ഓക്കെ, അതുപോലെ തന്നെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാപ്പി നമ്മൾ കാപ്പി കുടിക്കുന്നത് ചുണ്ടിൽ വെച്ചിട്ടാണ്. ചൂണ്ടയിൽ വയനാട് അല്ലേ? ചൂണ്ടയിൽ വയനാട്. കാപ്പി കുടിക്കുന്ന ചുണ്ടിൽ വെച്ചിട്ടല്ലേ കാപ്പി കുടിക്കുന്നേ? ഓക്കെ, അങ്ങനെയൊക്കെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവയലിലാണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി മ്യൂസിയം ഇടപ്പള്ളി കൊച്ചി എറണാകുളം. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെ നേട്ട് കഴിഞ്ഞാൽ അത് അമ്പലവയലിലാണ്. അതുപോലെ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനും എവിടെയാണ്? അത് അമ്പലവയലിലാണ്. അതുപോലെ തന്നെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ്ട? അത് ഈ പറയുന്ന കൽപ്പറ്റയാണ്. കൽപ്പറ്റയിൽ കറക്റ്റ് സ്ഥലത്തിന്റെ പേര് പുത്തൂർ വയൽ എന്നാണ് കേട്ടോ. ആ സ്ഥലത്തിന്റെ പേര് പുത്തൂർ വയൽ എന്നാണ് കൽപ്പറ്റയില്. വയനാടുകാരായിട്ടുണ്ടോ? വയനാടുകാർക്ക് അറിയായിരിക്കും. ആ സ്ഥലത്തിന്റെ പേര് പുത്തൂർ വയൽ എന്നാണ്. കൽപ്പറ്റയുള്ള പുത്തൂർ വയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുത്തൂർ വയൽ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തോണം കേട്ടോ. അതുപോലെ തന്നെ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി എവിടെ നേട്ട് കഴിഞ്ഞാൽ അത് പൂക്കോട് വയനാടാണ്. അതുപോലെ തന്നെ കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ വയനാട്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റ് ഏതാണ്? ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റ് ഏതാണ്? ഏറ്റവും കൂടുതൽ ഞാനിത് മുമ്പ് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തരുന്ന ആൾക്കാരെ നമ്മൾ നല്ല ആൾക്കാരെന്ന് പറയും അല്ലേ? നമുക്ക് കൂടുതൽ സ്നേഹം തരുന്ന ആൾക്കാരെ നമ്മൾ നല്ല ആൾക്കാരെന്ന് പറയാറില്ലേ? അവൻ നല്ല പയ്യനാണ്, അല്ലെങ്കിൽ നല്ല പെണ്ണാണ് അവൻ, അല്ലെങ്കിൽ അവൻ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ പറയത്തില്ലേ? നമ്മൾ ഈ വീട്ടുകാരുടെ അടുത്ത് നമ്മുടെ പ്രേമം വെളിപ്പെടുത്തുമ്പോൾ അങ്ങനെയല്ലേ? അവൻ നല്ല പയ്യനാണ്, അവൾ നല്ല പെണ്ണാണ് അമ്മായി. ഓക്കെ, അപ്പൊ കൂടുതൽ തരുന്നവർ നല്ലവരാണെന്ന് ഓർത്തിരിക്കുക. നല്ലളം കേട്ടാ. കേരളത്തിൽ കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റ് ഏന്ന് കേട്ട് കഴിഞ്ഞാൽ നല്ലളമാണ്. നല്ലളം ജില്ലയിലടാ? നല്ലളം കോഴിക്കോട് ജില്ലയിലാണ്. നല്ലളം ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് നല്ലളം. കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നല്ലളം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ
കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞേ. കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങൾ ഒന്ന് നമ്മുടെ കായംകുളത്തുണ്ട് അല്ലെ, കായംകുളം താപവൈദ്യുത നിലയം. കായംകുളം താപവൈദ്യുത നിലയമുണ്ട്. നമ്മുടെ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള താപവൈദ്യുത നിലയം കായംകുളത്താണ്. അവിടെ 2 ചോദ്യം നമുക്ക് വരും കേട്ടോ. കായംകുളത്ത് ആ 2 ചോദ്യങ്ങൾ, അതായത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ഇന്ധനം എന്താണെന്ന്. ഇന്ധനം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഫ്തയാണ് ഇന്ധനം. അതുപോലെ തന്നെ അവിടുത്തെ സ്ഥാപിത ശേഷി ചോദിക്കും. സ്ഥാപിത ശേഷി എത്രയാ? കായംകുളം താപവൈദ്യുത നിലയത്തിന്റെ സ്ഥാപിത ശേഷി എത്രയാണ്? കായംകുളം താപവൈദ്യുത നിലയത്തിന്റെ സ്ഥാപിത ശേഷി 350 മെഗാവാട്ടാണ് കേട്ടോ. 350 മെഗാവാട്ടാണ് കായംകുളം താപവൈദ്യുത നിലയത്തിന്റെ സ്ഥാപിത ശേഷി. 350 മെഗാവാട്ടാണ്. വേറെയും ചോദ്യമൊക്കെ ഉണ്ട്. അതായത് കായംകുളം താപവൈദ്യുത നിലയത്തിലേക്കുള്ള അവിടെ ശീതീകരണത്തിന് വേണ്ടിയിട്ടുള്ള ജലം കൊണ്ടുവരുന്നത് എവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ അച്ചൻകോവിലാറിൽ നിന്നാണ്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഞാൻ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അച്ചൻകോവിലാറിൽ നിന്നാണ് ജലം കൊണ്ടുവരുന്നത്, അത് ഓർത്തിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ ബ്രഹ്മപുരം കേരളത്തിലെ ആദ്യത്തെ ഡീസൽ താപവൈദ്യുത നിലയമാണ് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ താപവൈദ്യുത നിലയമാണ്. ആദ്യത്തെ ഡീസൽ താപവൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം. ഓക്കെ. ഈ ബ്രഹ്മപുരം എവിടെയാണ്? ഏത് ജില്ലയിലാണ് ബ്രഹ്മപുരം? എറണാകുളം ജില്ലയിലാണ് അല്ലെ. എറണാകുളം ജില്ലയിലാണ്. ഓക്കെ, എക്സിറ്റ് ചെയ്തോ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഡീസൽ താപവൈദ്യുത നിലയം ഏതെന്ന് കേട്ടാൽ ബ്രഹ്മപുരമാണ്. ഇനി ഏറ്റവും വലുതെന്ന് ചോദിച്ചാലോ, ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാലോ അത് ഏതാണ്? നല്ലളമാണ്. ഏറ്റവും വലുത് നല്ലളമാണ് കേട്ടാ. നല്ലളമാണ് ഏറ്റവും വലുതും ഏറ്റവും കൂടുതലും. നല്ലളം ആദ്യത്തേതാണ്. ഈ ഡീസൽ താപവൈദ്യുത നിലയമാണ് ഈ പറയുന്ന ബ്രഹ്മപുരം എറണാകുളം കേട്ടാ. ബ്രഹ്മപുരം എറണാകുളം മാറിപ്പോയത് കേട്ടാ. ചീമേനിക്ക് എന്താ പ്രത്യേകത? ചീമേനിയിൽ എന്താ? ചീമേനി എവിടെയാ? ചീമേനി താപവൈദ്യുത നിലയം. ചീമേനിയും ഒരു താപവൈദ്യുത നിലയമാണ്. ചീമേനി എവിടെയാ? ചീമേനി കാസർഗോഡ് ജില്ലയിലാണ് ചീമേനി. ഓക്കെ. അവിടുത്തെ ഇന്ധനം എന്താണ്? എന്താണ്ടാ? അവിടുത്തെ ഇന്ധനം CNG ആണോ? പ്രകൃതിവാതകം എന്ന് പറയുമ്പോൾ CNG ആണോ LNG ആണോ? LNG ആണ് കേട്ടോ. LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. LNG ആണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. LNG. ഓക്കെ. അപ്പൊ താപവൈദ്യുത നിലയങ്ങൾ ഓർത്തിരിക്കുക കേട്ടാ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ പോയിന്റിലൊക്കെ നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വേമ്പനാട് കായൽ കടന്നു പോകുന്ന ജില്ലകളിൽ ഉൾപ്പെടാത്തത് ഏത്? വേമ്പനാട് കായൽ കടന്നു പോകുന്ന ജില്ലകളിൽ ഉൾപ്പെടാത്തത്. ഓക്കെ. വേമ്പനാട് കായൽ 3 ജില്ലയിലാണെന്ന് നമുക്കറിയാം. അത് തൃശ്ശൂർ ജില്ലയിൽ ഇല്ലെന്ന് നമുക്കറിയാം. ഉള്ള ജില്ലകൾ ഏതൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ എറണാകുളം, ആലപ്പുഴ, കോട്ടയം 3 ജില്ലകളിലായിട്ടാണ്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണ്. അടുത്ത് 4ാമത്തെ ചോദ്യം, പറമ്പിക്കുളം വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ എഴുതുക. 1ാമത്തെ പ്രസ്താവന, തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം. ശരിയോ തെറ്റോ? തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം. അത് ശരിയാണ്. തമിഴ്നാട്ടിലൂടെയാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത്. കേരളത്തിലാണെങ്കിലും എൻട്രൻസ് വരുന്നത് തമിഴ്നാട്ടിലാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗമാണ് ആന. ശരിയോ തെറ്റോ? അത് തെറ്റാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം നമുക്കറിയാം കടുവയാണല്ലേ. കടുവയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം. കടുവയാണ്. 1978 നിലവിൽ വന്നു. ശരിയോ തെറ്റോ? 1978 അല്ല, 1973 1973 പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. 1973 പറമ്പിക്കുളം മാത്രമല്ല വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതവും നിലവിൽ വന്നത് 1973 വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതവും പറമ്പിക്കുളവും 1973 ഓർത്തിരിക്കുക. അടുത്ത്, വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തൂണക്കടവാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തൂണക്കടവാണ്. ശരിയോ തെറ്റോ? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തൂണക്കടവ് ശരിയാണ്. ഓക്കെ. അതായത് നമുക്ക് വേണ്ടത് ശരിയായ വസ്തുതകളാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 4ഉമാണ് ശരി. 1ഉം 4ഉമാണ് ശരി. ഓക്കെ, ക്ലിയർ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, KC ലേഖ ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? KC ലേഖ KC ലേഖ പ്രീവിയസ് ചോദ്യമാണ്. KC ലേഖ ബോക്സിംഗ് ആണ് കേട്ടോ, ബോക്സിംഗ് ആണ്. KC ലേഖ ബോക്സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോക്സിംഗ് ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത, ഇവയിൽ പെരിയാറിന്റെ തീരത്തുള്ള പട്ടണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പിള്ളേരെ, പെരിയാറിന്റെ തീരത്തില്ലാത്തത് നിലമ്പൂരാണ് അല്ലേ? നിലമ്പൂർ ഏത് നദീതീരത്താണ്? നിലമ്പൂര് നമ്മൾ പഠിക്കാറുണ്ട്. നിലത്തിലൂടെ ചാലൊഴുകുന്നു, നിലത്തിലൂടെ ചാലൊഴുകുന്നു ചാലിയാർ, നിലത്തിലൂടെ ചാലൊഴുകുന്നു ചാലിയാർ, നിലത്തിലൂടെ ചാലൊഴുകുന്നു ചാലിയാർ. ഓക്കെ. അതുപോലെ നമുക്ക് ചോദിക്കുന്നതാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. പാലക്കാട് ചുരത്തിലൂടെ ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ് അല്ലെ? ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. ഓക്കെ. അതുപോലെ തന്നെ നമ്മളെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീ തീരത്താണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും ഭാരതപ്പുഴയുടെ തീരത്താണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും ഭാരതപ്പുഴയുടെ തീരത്താണ്. ഓക്കെ. അതുപോലെ തന്നെ പാലക്കാട് ചിറ്റൂരിലൂടെ ഒഴുകുന്ന നദി ചിറ്റൂർ പട്ടണം. പാലക്കാട് ചിറ്റൂരിലൂടെ ഒഴുകുന്ന നദിയും ഭാരതപ്പുഴയാണ്. പക്ഷേ പാലക്കാട് ചിറ്റൂര് ഭാരതപ്പുഴയ്ക്ക് വേറെ പേരാണ്. എന്താണ് ആ പേര്? പാലക്കാട് ചിറ്റൂര് ഭാരതപ്പുഴയ്ക്ക് വേറൊരു പേരാണ് ശോകനാശിനി പുഴ എന്നാണ് അല്ലെ? ശോകനാശിനി പുഴ. പാലക്കാട് ചിറ്റൂര് ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ എന്നാണ് അറിയപ്പെടുന്നത്. ശോകനാശിനി പുഴ. ഓക്കെ, ശോകനാശിനി പുഴ. ഇങ്ങനെ ഈ പേര് കൊടുത്തതാരാ? പിള്ളേരെ, അത് നമ്മുടെ എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ നൽകിയ പേരാണ് ഏത്? ശോകനാശിനി പുഴ എന്നുള്ള പേര് കേട്ടോ. എഴുത്തച്ഛൻ നൽകിയ പേരാണ്. ഓക്കെ. അതുപോലെ മാമാങ്കം നടന്നിരുന്ന നദീതീരം ചോദിക്കുകയാണെങ്കിൽ, മാമാങ്കം തിരുനാവായ, മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലാണ് മാമാങ്കം നടന്നിരുന്നത്. മാമാങ്കം. ഓക്കെ, അതും ഭാരതപ്പുഴയാണ് കേട്ടോ. മാമാങ്കം നടന്നിരുന്ന നദീതീരം ഏതെന്നാൽ അതും ഭാരതപ്പുഴയാണ്. മാമാങ്കം നടന്നിരുന്ന ഏത് നദീതീരത്ത് എന്നാൽ ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇനിയുമുണ്ട് ചോദ്യം. ഈ ഭാരതപ്പുഴ എവിടെ വെച്ചിട്ടാണ് കടലിൽ ചേരുന്നത്, അറബിക്കടലിൽ ചേരുന്നത്? പൊന്നാനിയിൽ വെച്ചിട്ടാണ് അല്ലെ? പൊന്നാനിയിൽ വെച്ചിട്ടാണ് അറബിക്കടലിൽ ചേരുന്നത്. ഈ പൊന്നാനിയിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരെന്താ? പേരാറ്, അതൊക്കെ പഴയ പേരാണ്. നില, പേരാറ്, പ്രതീജിയൊക്കെ പഴയ പേരാണ്. ഭാരതപ്പുഴയുടെ പഴയ പേരുകളാണ് നില, പേരാറ്, അതുപോലെ പ്രതീജി. നില, പേരാറ്, പ്രതീജി, ഇതൊക്കെ ഈ ഭാരതപ്പുഴയുടെ പഴയ പേരുകളാണ്. ഞാൻ ചോദിച്ചത്, പൊന്നാനിയിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരെന്താണ്? മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ചിട്ടാണ് ഭാരതപ്പുഴ എന്ത് ചെയ്യുന്നത്? ഈ അറബിക്കടലിൽ ചേരുന്നത്. അവിടെ ഇത് അറിയപ്പെടുന്ന പേരെന്താണ് ചോദ്യം. അപ്പോൾ പൊന്നാനിപ്പുഴ. അതൊക്കെ പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. പൊന്നാനിപ്പുഴ എന്നാണ് കേട്ടോ. പൊന്നാനിപ്പുഴ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇതൊക്കെ അറിയാതൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചോണേ. ശരി, ഓക്കെ. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് എന്നാണ് ചോദ്യം. വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. വാട്ടർ കാർഡ് ഈസി ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ മ്യൂസിയം. ഓക്കെ, അതൊക്കെ എളുപ്പമാണ്. വാട്ടർ കാർഡ്, വാട്ടർ മ്യൂസിയം ഒക്കെ എവിടെയാണ്? കുന്നമംഗലമാണ് അല്ലേ? കുന്നമംഗലം ഏത് ജില്ലയിലാണ് പിള്ളേരെ? കുന്നമംഗലം ഏത് ജില്ലയിലാണ്? കുന്നമംഗലം കോഴിക്കോട് ജില്ലയിലാണ്. നിങ്ങൾ ഈ ഒരു ചോദ്യം നോക്കിക്കോണം. വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് കുന്നമംഗലമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ജല മ്യൂസിയം എവിടെ? കുന്നമംഗലമാണ്. അപ്പൊ അത് പഠിക്കാൻ കുന്നിൽ നിന്ന് ജലം വരുന്നു ഓർത്താൽ മതി. കുന്നിൽ നിന്നല്ലേ നദിയൊക്കെ ഉത്ഭവിച്ചു വരുന്നേ. അപ്പൊ കുന്നിൽ നിന്ന് ജലം വേണമെന്ന് ഓർത്താൽ മതി. കുന്നമംഗലം ജല മ്യൂസിയം. അതുപോലെ നിങ്ങൾക്ക് ചോദിക്കും മണ്ണ് മ്യൂസിയം. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മണ്ണ് മ്യൂസിയം പാറോട്ടുകോണം തിരുവനന്തപുരം. പാറോട്ടുകോണം തിരുവനന്തപുരത്താണ് മണ്ണ് മ്യൂസിയം. പാറോട്ടുകോണം തിരുവനന്തപുരം. അതും പഠിക്കാൻ എളുപ്പമാണ്. പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്നു അല്ലേ? പാറ പൊടിഞ്ഞല്ലേ മണ്ണുണ്ടാകുന്നേടാ. അപ്പൊ പാറോട്ടുകോണത്ത് മണ്ണ് മ്യൂസിയം. കുന്നിൽ നിന്ന് ജലം വരുന്നു. അപ്പൊ ജല മ്യൂസിയം കുന്നമംഗലം അല്ലേ?
ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യത്തെ വാട്ടർ ATM എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ വാട്ടർ ATM എവിടെയാണ്? വാട്ടർ ATM എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ വാട്ടർ ATM സ്ഥാപിതമായത് മുതുകുളമാണ്. മുതുകുളം ആലപ്പുഴ. ആദ്യത്തെ വാട്ടർ ATM എവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാല് മുതുകുളം ആലപ്പുഴയാണ് വാട്ടർ ATM. ഒറ്റയാണ് പറയാനില്ല. ആലപ്പുഴയൊന്നും ആരും ഇല്ലടേ, ആലപ്പുഴക്കാരും ഇല്ലടേ ഇതില്. ബിൻസി ആലപ്പുഴയിൽ, ബിൻസി മുതുകുളത്തില്ലേ വാട്ടർ ATM? പൈസ എടുക്കണ ATM അല്ലാതെ എനിക്ക് വേറൊരു ATM അറിയത്തില്ലെന്നാണ് ബിൻസി പറയുന്നേ. എന്നാൽ നമ്മുടെ ATMന്റെ പൂർണ്ണരൂപം പറഞ്ഞേ. എനി ടൈം മണി അങ്ങനെയാണോ? രമ്യയും ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, അത്രേ ഉള്ളൂ. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ കേട്ടോ. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് കേട്ടോ. ഓക്കെ, ഒരു ATMനകത്ത് കയറുന്ന സമയത്ത് അവിടെ നമുക്ക് AC ഉണ്ടാവും. AC-യുടെ പൂർണ്ണരൂപം പറഞ്ഞേ. അത് പലരും പറയും AC. അടുത്ത സാധനം നിങ്ങൾ പറയൂല. AC എയർ കണ്ടീഷണർ. ഒരു ATMനകത്ത് കയറുന്ന സമയത്ത് അവിടെ CCTV ഉണ്ടാകും. CCTVയുടെ പൂർണ്ണരൂപം പറയണം. CCTVക്ക് ആരൊക്കെ പറയുന്നുണ്ട്. ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നാണ് കേട്ടോ. CCTVയുടെ പൂർണ്ണരൂപം ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നാണ്. ഓക്കെ, ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നാണ് CCTVയുടെ പൂർണ്ണരൂപം. ഓക്കെ, അപ്പൊ നമ്മൾ ATMക്ക് ഒരു പൈസ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും അല്ലേ? മെസ്സേജ് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ മെസ്സേജ് വരുന്ന സിമ്മിലേക്കല്ലേ? ആ സിമ്മിന്റെ പൂർണ്ണരൂപം പറഞ്ഞേ. ഓക്കെ, OTP വരത്തില്ല. OTP നമുക്ക് അല്ലാത്ത ATMന്ന് പൈസ എടുക്കുമ്പോൾ OTP വരത്തില്ലല്ലോ. സിമ്മിന്റെ പൂർണ്ണരൂപം സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നാണ് കേട്ടോ. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നാണ് സിമ്മിന്റെ പൂർണ്ണരൂപം. കേട്ടോ. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നാണ് സിമ്മിന്റെ പൂർണ്ണരൂപം. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലനാടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് എടുക്കുക. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശം, ശരിയോ തെറ്റോ? മലനാട് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശമാണ് ശരി. കേരളത്തിന്റെ ഭൂപ്രസ്ഥിതിയുടെ 38% മലനാട്, ശരിയോ തെറ്റോ? അല്ല, കേരളത്തിന്റെ ഭൂപ്രസ്ഥിതിയുടെ 48% മലനാട്. 48. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് തെറ്റാണ്. നമുക്ക് ശരിയല്ലാത്തതാണ് വേണ്ടത്. രണ്ടാമത്തെ തെറ്റാണ്. ഓക്കെ, അടുത്ത സഹ്യാദ്രിയോട് ചേർന്ന് കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്നു. സഹ്യാദ്രിയോട് ചേർന്ന് കിഴക്ക് ഭാഗത്താണോ മലനാട്? സഹ്യാദ്രിയോട് ചേർന്ന് കിഴക്ക് ഭാഗത്താണോ മലനാട്? ആണോ? സഹ്യാദ്രിയുടെ കിഴക്ക് ഭാഗത്താണോടെ? അതായത് നിങ്ങൾ നോക്കുക, നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കേരളം നോക്കുമ്പോൾ കിഴക്ക് ഭാഗത്താണ് മലനാട്. കേരളം നോക്കുമ്പോൾ കിഴക്ക് ഭാഗത്താണ് മലനാട്. പടിഞ്ഞാറ് ഭാഗത്ത് തീരപ്രദേശം, നടുക്ക് ഇടനാട്. സഹ്യാദ്രിയുടെ കിഴക്ക് ഭാഗത്താണോ? സഹ്യാദ്രി നോക്കുമ്പോൾ സഹ്യാദ്രിയുടെ പടിഞ്ഞാറ് ഭാഗത്താ. മനസ്സിലായ? പശ്ചിമഘട്ടത്തെയാണ് നമ്മൾ സഹ്യാദ്രി എന്ന് പറയുന്നത് അല്ലേ? പശ്ചിമഘട്ടത്തിനാണ് നമ്മൾ സഹ്യാദ്രി എന്ന് പറയുന്നത്. ആ പശ്ചിമഘട്ടം നോക്കുമ്പോൾ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. മനസ്സിലായ? പശ്ചിമഘട്ടത്തിന്റെ അല്ലെങ്കിൽ സഹ്യാദ്രിയുടെ ഏത് ഭാഗത്താണ്ടാ? പടിഞ്ഞാറ് ഭാഗത്താണ്. പടിഞ്ഞാറ് ഭാഗത്ത്. നമ്മൾ കേരളം വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ ഏത് ഭാഗത്താണ്? കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത്. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ നോക്കുമ്പോൾ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അത് തെറ്റ്. സംഘകാലത്ത് നെയ്തൽ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം. തെറ്റാണ്. നെയ്തൽ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാ പിള്ളേരെ? നെയ്തൽ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? തീരപ്രദേശം. നമ്മളത് പഠിക്കാറുണ്ട്. തീരപ്രദേശത്തെ ജനങ്ങൾ വല നെയ്ത് മീൻ പിടിക്കുന്നു. തീരപ്രദേശത്തെ ജനങ്ങൾ വല നെയ്ത് മീൻ പിടിക്കുന്നു നമ്മൾ ഓർത്തിട്ടുണ്ടല്ലേ? ഓക്കെ, ഈ നെയ്തൽ എന്നൊക്കെ പറഞ്ഞ തിണകളാണ്. അല്ലേ? തിണകൾ സംഘകാലത്തുണ്ടായിരുന്ന തിണകളാണിത്. ഓക്കെ, നെയ്തൽ എന്ന് പറഞ്ഞാൽ തീരപ്രദേശമാണ് അല്ലേടാ? നെയ്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തീരപ്രദേശമാണ്.
ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ശരിയല്ലാത്തതാണ് വേണ്ടത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 2, 3, 4. 2, 3, 4 ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി തിനകളോടൊന്ന് പറഞ്ഞിട്ട് പോവേ. തിനകൾ എത്ര എണ്ണം ഉണ്ടാ? തിനകൾ 5 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരെണ്ണം പറഞ്ഞു, നെയ്തൽ തീരപ്രദേശം. നെയ്തൽ തീരപ്രദേശം. ഓക്കെ, എങ്കിൽ പറഞ്ഞു എന്താണ് കുറിഞ്ചി? കുറിഞ്ചി എന്താ? കുറിഞ്ചി കുറിഞ്ചി എന്ന് പറഞ്ഞാൽ മലപ്രദേശമാണ് അല്ലെ? മലപ്രദേശമാണ് കുറിഞ്ചി അല്ലേ? മലപ്രദേശമാണ് കുറിഞ്ചി. മലപ്രദേശമാണ് കുറിഞ്ചി. ഓക്കെ, ക്ലിയർ ആണ്. മലപ്രദേശമാണ് കുറിഞ്ചി. അപ്പൊ നമ്മള് കുറിഞ്ചിമല എന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ ചെറുക്കന്റെ കാര്യം. ഒരു സെക്കൻഡേ, ഒരു കോള് വന്നു, എനിക്ക് കമന്റ് വായിക്കാൻ പറ്റില്ല. രാവിലെ നടക്കാൻ പോകാൻ കൂടെ വരണവനാണ്. ഭയങ്കര ഉത്തരവാദിത്വമാണ്. നാളെ രാവിലെ നേരത്തെ എണീക്കണേ, സമയത്തിന് വരണേ എന്നൊക്കെ പറയാൻ വിളിക്കുകയാണ്. ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇതുപോലെ തന്നെ 12 മണിക്ക് വിളിച്ചിട്ട് നാളെ രാവിലെ വരുമല്ലോ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വിളിക്കുന്നത്. ഓക്കെ, ശരി. അവളെ കുറിഞ്ചി മല എന്ന് ഓർത്താട്ടെ. കുറിഞ്ചി മല എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ പാലയുണ്ട്. പാലൈ എന്താ? പാലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരണ്ട പ്രദേശം അല്ലെ? വരണ്ട പ്രദേശങ്ങളെ, ജലലഭ്യത കുറവുള്ള വരണ്ട പ്രദേശത്തെയാണ് എന്ത് പറയുന്നത്? പാലൈ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പാലൈ മരങ്ങളൊക്കെ നിൽക്കുന്നത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലല്ലേ ഈ പാലമരമൊക്കെ നിൽക്കുന്നേ? മറ്റേ യക്ഷിയൊക്കെ താമസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന പാലമരമൊക്കെ നിൽക്കുന്നത് വരണ്ട പ്രദേശത്ത് ഓർത്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ മുല്ലൈ എന്താണ്? മുല്ലൈ മുല്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുൽമേടുകളാണ് അല്ലേ? പുൽമേട്. മുല്ലൈ എന്ന് പറഞ്ഞാൽ പുൽമേടാണ് കേട്ടോ, പുൽമേടാണ്. അതുപോലെ മരുതം എന്ന് പറഞ്ഞാൽ എന്താണ്? മരുതം അടുത്തൊരു തിണയാണ് മരുതം എന്താ? മരുതം കൃഷിഭൂമി അല്ലേ? കൃഷിഭൂമി അതൊക്കെ ഓർക്കാൻ എളുപ്പമുണ്ട. ഒരു കൃഷിഭൂമി, ഒരു നെൽവയൽ നിങ്ങൾ ഓർക്കുക. നെൽവയലിൽ ഒരു ചേച്ചി നിന്നിട്ട് ഇങ്ങനെ നെല്ല് കൊയ്യുന്നു. ആ ചേച്ചിയുടെ പേര് മരുതം എന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. എങ്ങനെയൊക്കെ ഓർത്ത് വെക്കും നിങ്ങൾ. ഓക്കെ, അപ്പം നെയ്തൽ തീരപ്രദേശമാണ്. കുറിഞ്ചി മലപ്രദേശമാണ്. പാലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട പ്രദേശമാണ്. മുല്ലൈ എന്ന് പറഞ്ഞാൽ പുൽമേടാണ്. മരുതം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയാണ്. കൊള്ളാം, നിങ്ങൾ ഇതിലും വിജയിച്ചിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. കോടനാട് ആന പരിശീലന കേന്ദ്രം ഏത് ജില്ലയിലാണ്? കോടനാട് ആന പരിശീലന കേന്ദ്രം വളരെ കോടനാട് ആന പരിശീലന കേന്ദ്രം എറണാകുളത്താണ് കോടനാട് ആന പരിശീലന കേന്ദ്രം. പത്തനംതിട്ട ജില്ലയിലുമുണ്ട് ഒരു ആന പരിശീലന കേന്ദ്രം. അത് കോന്നിയാണ് കേട്ടോ. കോന്നി. പത്തനംതിട്ട ജില്ലയിലെ ആന പരിശീലന കേന്ദ്രം കോന്നിയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ആന വളർത്തൽ കേന്ദ്രമുണ്ട്, ഒരു ആനക്കൊട്ടിലുണ്ട്. അത് കോട്ടൂരാണ് കേട്ടോ. കോട്ടൂരാണ് കേട്ടോ. കോട്ടൂരാണ് ആനക്കൊട്ടിലുള്ളത്. മനസ്സിലായ? അപ്പൊ ഓർത്തിരിക്കുക, കോടനാട് ആന പരിശീലന കേന്ദ്രം എറണാകുളം. അതുപോലെ കോന്നി ആന പരിശീലന കേന്ദ്രം പത്തനംതിട്ട. അതുപോലെ തന്നെ കോട്ടൂര് ട്രിവാൻഡ്രം കോട്ടൂര് ഒരു ആന വളർത്തൽ കേന്ദ്രമുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഗവിക്കൊരു ചോദ്യമുണ്ട്. നമ്മുടെ ആനയുടെ മുഴുവൻ എന്തും സൂക്ഷിച്ചിരിക്കുന്നത്? അസ്ഥികൂടം സൂക്ഷിച്ചിരിക്കുന്നത്. ആനയുടെ മുഴുവൻ രൂപത്തിലുള്ള അസ്ഥികൂടം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഗവിയാണ്. ഗവി പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലാണ് ആനയുടെ മുഴുവൻ അസ്ഥികൂടവും സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാട്ടാന ഉദ്യാനം നിലവിൽ വന്നത് എവിടെയാണ്? നിലവിൽ വരാൻ പോണത് അന്നെന്ന് തോന്നുന്നു. കാട്ടാന ഉദ്യാനം മൂന്നാറാണ്. മൂന്നാറിൽ എവിടാ കാട്ടാന ഉദ്യാനം? നമ്മൾ അരിക്കൊമ്പനെ പിടിച്ചത് അവിടെ നിന്നാണ്. മൂന്നാറിൽ എവിടെ ചിലപ്പോൾ ഇടുക്കിയിൽ ആക്കട വയ്യാത്തത്. ചിന്നക്കനാൽ പിള്ളേരെ ചിന്നക്കനാൽ ഇടുക്കി. ചിന്നക്കനാൽ ഇടുക്കിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം ഏതാണ്? കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം. കൊച്ചി എണ്ണ ശുദ്ധീകരണശാല സഹകരിക്കുന്ന വിദേശ രാജ്യം. ബി തെറ്റ്, എ തെറ്റ്. ഓക്കെ, കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി സഹകരിക്കുന്ന രാജ്യം അമേരിക്ക. ഓക്കെ, അമേരിക്കയാണ് കേട്ടാ. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി സഹകരിക്കുന്ന രാജ്യം അമേരിക്ക. ഓക്കെ, അടുത്ത ചോദ്യം.
1921 ഒറ്റപ്പാലത്ത് നടന്ന 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാര്? ഇതൊക്കെ നിങ്ങൾക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ടി പ്രകാശം, നമുക്ക് മറ്റേ മഞ്ചേരി സമ്മേളനമൊക്കെ നമുക്ക് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളൊക്കെ നമുക്കിപ്പോ ചോദിക്കുന്നുണ്ടേ. ഇപ്പൊ നമ്മൾ പ്രിലിംസിനൊക്കെ കയറി ചോദിച്ചു, അത് മെയിൻസിനും പ്രതീക്ഷിക്കണം ചോദ്യങ്ങൾ. ഓക്കെ, പ്രിലിംസിന് തന്നെ പല ചോദ്യങ്ങളും കുറച്ചൊന്ന് അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത്. അതുപോലെ മെയിൻസിന് വരണമെന്നുമില്ല. ഓക്കെ, പ്രിലിംസിന് വന്ന പോലെ മെയിൻസിന് പാടുള്ള ചോദ്യം വരണമെന്നുമില്ല. ഓക്കെ, ടി പ്രകാശമാണ്. അടുത്ത നിവർത്തന പ്രക്ഷോഭം. നെഹ്റു ചോദിച്ചു. നെഹ്റു 1928. നെഹ്റു 1928 എവിടെയാ? പയ്യന്നൂര്. 1928 പയ്യന്നൂര്. നെഹ്റു 1928 പയ്യന്നൂര് കേട്ടോ. അടുത്ത നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, മുതുകുളം പ്രസംഗം നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നോ? മുതുകുളം പ്രസംഗമാണോ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. ഓക്കെ, അടുത്ത നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രമായിരുന്നു കേരള കേസരി. കേരള കേസരി പത്രത്തിന്റെ സ്ഥാപകനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. കേരള കേസരി പത്രത്തിന്റെ കേസരി ബാലകൃഷ്ണപിള്ള. നമ്മൾ വേറെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കാൻ കാരണമായ പ്രക്ഷോഭം ശരിയാണോ? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കാൻ കാരണമായ പ്രക്ഷോഭം ശരിയാണ്. സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംയുക്ത രാഷ്ട്രീയ സമിതി, അതും ശരിയാണ്. ഓക്കെ, നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം, അപ്പൊ അതായത് ഇവിടെ ശരിയായ പ്രസ്താവനകൾ 2, 3, 4. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏതാ? നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1932 ആണ്. 1932 കേട്ടാ. നിവർത്തന പ്രക്ഷോഭമൊക്കെ നല്ലോണം നോക്കി വെച്ചോണേ. നല്ല ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങൾ വരും. നമ്മളത് പഠിക്കും എന്തായാലും. കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല, സമയം കുറവാണ്. ഓക്കെ, സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ശക്തമായി ചെറുത്ത കേരള നവോത്ഥാന നായകനാരാണ്? സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ശക്തമായി ചെറുത്ത കേരള നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാട്. ഓക്കെ, ഈ പ്രായമേറിയ പുരുഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 30-35 വയസ്സുള്ള ആൾക്കാരല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? ഇപ്പൊ 30-35 വയസ്സുള്ള ആൾക്കാർക്ക് ഇപ്പൊ പെണ്ണ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നേ ഉള്ളൂ. നിങ്ങളിപ്പോ പണ്ട് VT ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട് പ്രായമേറിയ പുരുഷനെ കല്യാണം കഴിക്കുക. അതല്ല ഉദ്ദേശിക്കുന്നത്. അത് നല്ല പ്രായമുള്ളത് 60-70 ആയ ആൾക്കാരാണ് കേട്ടാ. പാവപ്പെട്ട ആൾക്കാർക്ക് 30-35 വയസ്സുള്ള ആൾക്കാർക്ക് ഒരു പരിഗണന കൊടുക്കുക. ഓക്കെ, അത് ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളുകയാണ്. VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. അടുത്ത് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നയിച്ചതാര്? ഇതും പ്രീവിയസ് ആണ്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് സൗഹൃദ ജാഥ നയിച്ചത് KK കൗസല്യ. ക്ലിയർ ആണല്ലോ. ഈ പാലിയം സത്യാഗ്രഹം ഏത് വർഷമാ? പാലിയം സത്യാഗ്രഹം 1947. പാലിയം സത്യാഗ്രഹം നടന്ന ജില്ല ഏതാണ്? എറണാകുളമാണ് പാലിയം സത്യാഗ്രഹം നടന്ന ജില്ല. ഓക്കെ, ക്ലിയർ ആണ്. ശരി, പെട്ടെന്ന് ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്താവനകളിൽ തെറ്റായത് എടുക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ 1695 കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ശരിയോ തെറ്റോ? ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 ആണ് അല്ലേടാ. അഞ്ചുതെങ്ങ് കലാപം 1697 ആണ്. വർഷം തെറ്റാണ്. കുരുമുളകിന്റെ വ്യാപാര കുത്തക, നമുക്ക് തെറ്റായതാണ് വേണ്ടത്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം. അത് ശരിയാണ്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം. അത് ശരിയാണ്. ഓക്കെ, അടുത്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ആയിരുന്നു അഞ്ചുതെങ്ങ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങ് തന്നെയായിരുന്നു. ഓക്കെ, അതായത് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ഒന്ന് മാത്രമാണ് തെറ്റായ പ്രസ്താവന അല്ലേ. ഓക്കെ, അത് മാർത്തോണം. വർഷം മാറിപ്പോയി. 1697 ആണ് കേട്ടോ വർഷം. 1695 ഒരു ചോദ്യമുണ്ട്. അതെന്താണ്? അഞ്ചുതെങ്ങ് കോട്ട പണിയിപ്പിച്ച വർഷമാണ് 1695 കേട്ടാ. 95 കോട്ട പണിയിപ്പിച്ചു. 97 കലാപം.
97 കലാപം. അടുത്ത് അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? പ്രീവിയസ് ആണ്. അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എ കെ ഗോപാലനാണ് അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കൊള്ളാം. അടുത്ത ക്വസ്റ്റ്യൻ, മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി KPR ഗോപാലൻ. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നേതാവ് അല്ലെങ്കിൽ വിപ്ലവകാരി KPR ഗോപാലൻ. മൊറാഴ സമരം ഏത് വർഷം? 1940. മൊറാഴ സമരം നടന്ന ജില്ല ഏതാണ്? മൊറാഴ സമരം നടന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. എന്തിനായിരുന്നു മൊറാഴ സമരം? എന്തിനായിരുന്നു മൊറാഴ സമരം എന്ന് കേട്ടാ സെക്കൻഡ് വേൾഡ് വാറില് ഇന്ത്യ പങ്കാളിയാകണം എന്ന് ബ്രിട്ടീഷുകാര് നിർബന്ധം പിടിച്ചതിനെതിരെ, അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു പങ്കാളിയായി ഉപയോഗിക്കാൻ സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്? മൊറാഴ സമരം നടന്നത്. ഓക്കെ, 1940 കണ്ണൂർ ജില്ലയിലാണ് നടന്നത്. പ്രധാനപ്പെട്ട നേതാവ് KPR ഗോപാലനെ തൂക്കിക്കൊന്നാടേ? ഇല്ല, വധശിക്ഷയ്ക്ക് വിധിച്ചു. ആരിടപെടുന്നു? ഗാന്ധിജി ഇടപെട്ട് വധശിക്ഷ ഇളവ് നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന് ജീവപര്യന്തമാക്കി കുറച്ചു നൽകുന്നു കേട്ടോ. ഓക്കെ, ജീവപര്യന്തമാക്കി കുറച്ചു, ഇദ്ദേഹം തൂക്കിക്കൊന്നില്ല. ഈ KB മേനോനെ നിങ്ങൾ വിട്ടുകളയരുത്. KB മേനോനും ഒരു പ്രധാനപ്പെട്ട സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ്? കീഴറിയൂർ ബോംബ് കേസ് അല്ലേ? കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കീഴറിയൂർ ബോംബ് കേസ് ഏത് വർഷമാണ്? 1942. കാരണം അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് കീഴറിയൂർ ബോംബ് കേസ്. 1942 1942 കീഴറിയൂർ ബോംബ് കേസ് നടന്ന ജില്ല ഏത് ജില്ല? കോഴിക്കോട്. കീഴറിയൂർ ബോംബ് കേസ് കോഴിക്കോടാണ്. മൊറാഴ സമരം കണ്ണൂരാണ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ആയില്യം തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് എഴുതുക. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യ പദവി ലഭിച്ച സമയത്തെ ഭരണാധികാരി. ശരിയായ പ്രസ്താവന. ഹജൂർ കച്ചേരിയിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പിനെ വിഭജിപ്പിച്ചു. അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരിയായ പ്രസ്താവന. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച സമയത്തെ ഭരണാധികാരി. അതും ശരിയാണ്. പണ്ടാരപ്പാട്ട വിളംബരം 1800. പണ്ടാരപ്പാട്ട വിളംബരം ഏത് വർഷോടെ? 1865. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിൽ ആദ്യ രാജാവ്. ഈ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അത് ഏത് നിയമപ്രകാരമാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി തുടങ്ങിയത്? 1909 കൗൺസിൽ ആക്ട് പ്രകാരമല്ലേ? 1909 കൗൺസിൽ ആക്ട് പ്രകാരമല്ലേ? ഓക്കെ, ഇനി അപ്പൊ ഈ പറഞ്ഞ പോയിന്റ് ഓർത്തോണേ. അതായത് 1909 എനിക്ക് അതാണ് ഡൗട്ട് വന്നത്. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി തുടങ്ങിയത് കേട്ടാ. ഓക്കെ, ആദ്യമായി ഉൾപ്പെട്ട ഇന്ത്യക്കാരനാരാ? അത് SP സിൻഹയാണ്. നിങ്ങൾ ആ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് കേട്ട ഉടനെ നിങ്ങൾ C ശങ്കരൻ നായർ ഓർക്കരുത്. അതിൽ അംഗമായ ആദ്യ മലയാളിയാണ് ആര്? C ശങ്കരൻ നായർ. ആദ്യം മലയാളി C ശങ്കരൻ നായരാണ്. C ശങ്കരൻ നായർ അംഗമാകുന്നത് 1915 അംഗമായത്. 1915. എന്നിട്ട് 19 അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു അല്ലേ? 19 അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. രാജിവെക്കാനുള്ള കാരണവും നിങ്ങൾക്ക് അറിയാം. എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. എന്നാൽ ഈ പറഞ്ഞ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ആദ്യത്തെ മലയാളി അത് ആദ്യത്തെ ഇന്ത്യക്കാരൻ SP സിൻഹയാണ്. ഇന്ത്യക്കാരെ ഈ കൗൺസിലിൽ അല്ലെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാക്കണം എന്ന റൂള് വന്നത് 1909 ഈ പറയുന്ന 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരമാണ്. ക്ലിയർ ആണല്ലോ? ശരി. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തുടർച്ചയായി 3 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്?
കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തുടർച്ചയായി 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പനാണ്. അടുത്ത, തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച ഉടമ്പടി നടന്ന വർഷം ഏതാണ്? തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച ഉടമ്പടി നടന്ന വർഷം 1795 ആണ്. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച ഉടമ്പടി 1795 കേട്ടാ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, ഇവയിൽ മിഷൻ ഇന്ദ്രധനുഷിന് കീഴിൽ വരാത്ത രോഗം ഏതാണ്? മിഷൻ ഇന്ദ്രധനുഷിന് കീഴിൽ വരാത്ത രോഗം ഏതാണ്? ക്ഷയമാണോ? എല്ലാവർക്കും ക്ഷയമാണോ? അതെങ്ങനെ എല്ലാവർക്കും ക്ഷയം വന്നേ? മിഷൻ ഇന്ദ്രധനുഷ് എന്താണെന്ന് അറിയോടാ? അത് പോട്ടെ, ഇന്ദ്രധനുഷ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇന്ദ്രധനുഷ് എന്താണ്? ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ അതല്ല, നിങ്ങൾ അതിന്റെ ഈ സയന്റിഫിക് ആയിട്ടുള്ള കാര്യമല്ല ചോദിക്കുന്നത്. ഇന്ദ്രധനുഷ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഇന്ദ്രധനുഷ് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് മഴവില്ലിനെയാണ്, അല്ലേ? മഴവില്ലാണ്. മഴവില്ലിന് എത്ര നിറങ്ങളാ ഉള്ളേ? മഴവില്ലിന് 7 നിറങ്ങളാണ്. അതായത് 7 രോഗങ്ങൾക്ക് എതിരെയുള്ള പ്രതിരോധ സംവിധാനമാണ് ഈ പറയുന്ന മിഷൻ ഇന്ദ്രധനുഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7 രോഗങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തില് ഉള്ളതാണ്. അതിൽ കുഷ്ഠമില്ല. 3 പഠിച്ചോ. ടെറ്റനസ്, 5-ാം പനി, ക്ഷയം. 3 പഠിച്ചേ. ടെറ്റനസ്, 5-ാം പനി, ക്ഷയം. നാലാമതായിട്ട് ഡിഫ്തീരിയ, 5 പോളിയോ, 6 ഹെപ്പറ്റൈറ്റിസ് ബി, ഓക്കെ. 7 പെർട്യൂസസ്. എന്താണ് പെർട്യൂസസ്? എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പെർട്യൂസസ് എന്ന് പറഞ്ഞാൽ പിള്ളേരെ വില്ലൻ ചുമയാണ്, അല്ലെ? വില്ലൻ ചുമ. ഈ 7 രോഗങ്ങളെയാണ് മിഷൻ ഇന്ദ്രധനുഷിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുഷ്ഠമില്ല. മനസ്സിലായ? അപ്പൊ പഠിച്ചോ. 1 ടെറ്റനസ്, 2 5-ാം പനി, 3 ക്ഷയം, 4 ഡിഫ്തീരിയ, 5 പോളിയോ, 6 ഹെപ്പറ്റൈറ്റിസ് ബി, 7 പെർട്യൂസസ് അല്ലെങ്കിൽ വില്ലൻ ചുമ. ഡിഫ്തീരിയയുടെ മലയാളം എന്താണ്? ഡിഫ്തീരിയയുടെ മലയാളം തൊണ്ടമുള്ള എന്നാണ് കേട്ടോ. തൊണ്ടമുള്ള എന്നാണ് ഡിഫ്തീരിയയുടെ മലയാളം. തൊണ്ടമുള്ള പഠിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ലവണമാണ് ഇരുമ്പ്. ശരിയോ തെറ്റോ? ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ഇരുമ്പ് ആവശ്യമാണോ? ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ഇരുമ്പ് ആവശ്യമാണ്. പ്രസ്താവന ശരി. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നത് അയഡിനാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്ന അയഡിനാണ്. ശരി. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന മൂലകമാണ് സോഡിയം. അതും ശരി. അതായത് നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ എ. ഇവയെല്ലാം ശരിയാണ്. ഓക്കെ, കൊള്ളാം. ഇവയിൽ ഏത് അവയവമാണ് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി രക്തം ശുദ്ധീകരിക്കുന്നത്? ഏത് അവയവമാണ്ടാ? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏത് എന്നാണ് ചോദ്യം. പിള്ളേരെ, ഓപ്ഷൻ എ ഏതാണ്? കരളാണ് കേട്ടോ. കരള്. ഓക്കെ, കരള്. നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ടല്ലേ. അതായത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നത് അത് ആരൊക്കെയാ ചെയ്യുന്നത്? അത് നമ്മുടെ കരളും ചെയ്യുന്നുണ്ട്. നമ്മുടെ കരളിലും ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മുടെ പേശികളിലും ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. കരളിലും ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. പേശികളിലും ആ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. മനസ്സിലായ? എന്നിട്ട് ഇങ്ങനെ ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് അത് എവിടെ സ്റ്റോർ ചെയ്യും? കരളിൽ സ്റ്റോർ ചെയ്യും, അല്ലേ? കരളിൽ സ്റ്റോർ ചെയ്യും. അതിനുശേഷം കരള് ഗ്ലൈക്കോജൻ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അപ്പൊ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നത് പ്രവർത്തനം കരളിലും നടക്കുന്നുണ്ട്, പേശികളിലും നടക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഗ്ലൈക്കോജനെ എവിടെ സ്റ്റോർ ചെയ്യും? കരളിൽ സ്റ്റോർ ചെയ്യും. കരളിൽ സ്റ്റോർ ചെയ്യുന്ന ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതും ആര് തന്നെയാണ്? കരൾ തന്നെയാണ്. ഇനി 2 ഹോർമോൺ കൂടെ പഠിച്ചോണം.
ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏത്? അത് ഇൻസുലിൻ. ഏതടാ? ഇൻസുലിൻ. അത് ഇൻസുലിൻ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിൻ. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോൺ. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോൺ. ഓർത്തിരിക്കുക. ഇവയിൽ പക്ഷിപ്പനി പരത്തുന്ന വൈറസ് ഏത്? 64ാമത്തെ ചോദ്യം. പക്ഷിപ്പനി പരത്തുന്ന വൈറസ് H5N1 ആണ് കേട്ടോ. H5N1 ആണ് പക്ഷിപ്പനി പരത്തുന്ന വൈറസ്. H1N1 ദാടപ്പുണ്ട്. ഇത് എന്തുവാ? H1N1 എന്ന് പറഞ്ഞാൽ പന്നിപ്പനിയാണ് H1N1. H5N1 എന്ന് പറഞ്ഞാൽ പക്ഷിപ്പനി. H5N1 എന്ന് പറഞ്ഞാൽ പക്ഷിപ്പനി. H1N1 എന്ന് പറഞ്ഞാൽ പന്നിപ്പനി. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ജീവകങ്ങളുടെ അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏതല്ല? കണ്ടുപിടിച്ചാ? ജീവകം എ സിറോഫ്താൽമിയ തെറ്റാണോ? തെറ്റായ ജോഡിയാണോ? ജീവകം എ സിറോഫ്താൽമിയ തെറ്റായ ജോഡിയാണോ? ശരിയല്ലേ? എന്തുവാടേ നിങ്ങൾ പറയുന്നത്? ജീവകം എയുടെ കുറവ് മൂലം നിശാന്തത മാത്രമല്ല ഉണ്ടാവുന്നത്, സിറോഫ്താൽമിയ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ശരിയാണ്. നമുക്ക് വേണ്ട തെറ്റായ ജോഡിയാണ്. ജീവകം B3 പെല്ലഗ്ര ശരിയായ ജോഡിയാണ്. ജീവകം ഡി വന്ധ്യത. ജീവകം ഡി വന്ധ്യത അതെന്താണ്ട? അത് തെറ്റാണ്. വന്ധ്യതയ്ക്ക് കാരണം വൈറ്റമിൻ ഇയുടെ കുറവാണ്. ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഒന്ന് കണയുടെ മറ്റൊരു പേരാണ് റിക്കറ്റ്സ്. അല്ലെങ്കിൽ റിക്കറ്റ്സ്. മറ്റൊന്ന് ഓസ്റ്റിയോമലേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ പഠിച്ചോണേ. നമ്മുടെ അസ്ഥികൾ മൃദുവായി പോകും. അസ്ഥികളുടെ കാഠിന്യം കുറഞ്ഞ് മൃദുവായി പോകുന്ന കണ്ടീഷനെയാണ് എന്ന് പറയുന്നത് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. മനസ്സിലായി? ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥികളുടെ കാഠിന്യം പൊടിഞ്ഞു പോകുന്നത്, അതുപോലെ തന്നെ ഹോള് വരുന്നത്, അത് ഓസ്റ്റിയോപോറസിസ് ആണ്. ഇതിന്റെ എന്ത് കുറഞ്ഞു പോകും? ഇതിന്റെ ബലം കുറഞ്ഞു സോഫ്റ്റ് ആയി പോകും ബോൺസ്. ഓക്കെ, അതാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, പൊടിഞ്ഞു പോകുന്നത് ഓസ്റ്റിയോപോറസിസ് അല്ലെങ്കിൽ ഹോൾസ്, സുഷിരങ്ങൾ വരുന്നത് ഓസ്റ്റിയോപോറസിസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. അടുത്ത് ജീവകം B1 പെർനീഷ്യസ് അനീമിയ. ജീവകം B1 പെർനീഷ്യസ് അനീമിയ അല്ല. ജീവകം B1 പെർനീഷ്യസ് അനീമിയ അല്ല. ജീവകം B1ന്റെ കുറവുമൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. അല്ലേ? ബെറിബെറി ആണ് ജീവകം B1ന്റെ കുറവുമൂലം ഉണ്ടാകുന്ന രോഗം. പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത് B12ന്റെ കുറവ് മൂലമാണ്. അല്ലെ? B12ന്റെ കുറവ് മൂലമാണ് പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് വേണ്ട തെറ്റായ ജോഡികളാണ് ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം തെറ്റ്. ഓക്കെ, അടുത്ത രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യമിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി നമുക്ക് ഇപ്പോഴും റീസെന്റ് ആയിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യമിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി കർസാപ്പാണ്. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ്. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ് കർസാപ്പിന്റെ പൂർണ്ണരൂപം. 2018 ഒക്ടോബർ മാസം ആരംഭിച്ചു. 2018 ഒക്ടോബർ മാസമാണ് കർസാപ്പ് ആരംഭിച്ചത്. പഠിച്ചിരിക്കുക, ചോദിക്കും. 2018 ഒക്ടോബർ മാസമാണ് കർസാപ്പ് ആരംഭിച്ചത്. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന പൂർണ്ണരൂപം. സൂക്ഷ്മജീവികളുടെ മരുന്നിനെ അതിജീവിക്കാനുള്ള കഴിവിനെതിരെ ഉള്ള പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവയിൽ ലൈംഗിക ഹോർമോണുകളിൽ ഉൾപ്പെടാത്തത് ഏത്? പെട്ടെന്നായിക്കോട്ടെ. ലൈംഗിക ഹോർമോണുകളിൽ ഉൾപ്പെടാത്തത് ഏത്? വളരെ ഇതില് ടെസ്റ്റോസ്റ്റിറോൺ ഒരു ലൈംഗിക ഹോർമോൺ ആണ്. അല്ലെ? ടെസ്റ്റോസ്റ്റിറോൺ ഒരു ലൈംഗിക ഹോർമോൺ ആണ്. ഈസ്ട്രോജൻ ഒരു ലൈംഗിക ഹോർമോൺ ആണ്. പ്രൊജസ്ട്രോൺ ഒരു ലൈംഗിക ഹോർമോൺ ആണ്. കാൽസിറ്റോണിൻ ലൈംഗിക ഹോർമോൺ അല്ല. കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥി എന്നറിയോടാ? കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ആരാദ്യം പറയും?
തൈറോയിഡ് 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 ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ് കാൽസ്യത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. കൊള്ളാം. ചേരുംപടി ചേർക്കുക. ഒന്ന് ചേർത്തേ. ചേരുംപടി. പ്രണം കാണിക്കാതെയൊക്കെ ചെയ്താൽ മാർക്കുകൾ കിട്ടും. ഓക്കെ, പിള്ളേരെ നോക്കാം. ഇതിൽ വൈറ്റമിൻ വൈറ്റമിന് ഏതാ വരുന്നേ? വൈറ്റമിൻ ഇതിൽ ഏതാണ്? ബയോട്ടിൻ. അപ്പൊ 1B വരും, 1B വരും അല്ലേ? 1B ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് മാത്രം എടുത്താൽ മതി. അപ്പൊ ഡി വെട്ടിക്കളയാം, എയും വെട്ടിക്കളയാം. അടുത്ത് 2 എൻസൈം ഏത് വരും? രാസാഗ്നി പെപ്സിൻ. ഓക്കെ, അപ്പൊ 2A വരും, 2A വരും. 2A ഇവിടെ 2 എടുത്തും 2A ഉണ്ട്. അപ്പൊ അത് നടക്കൂല. അടുത്ത 3 ഹോർമോൺ ഏതാ ഇതില്? പ്രൊജസ്ട്രോൺ ഹോർമോൺ. അപ്പൊ 3D വരും, 3D വരും. ഓക്കെ, അപ്പൊ 1B 2A 3D എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. ഉണ്ട്, ഓപ്ഷൻ ബിയിലുണ്ട്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പ്രോട്ടീൻ ഏതാണ്? പ്രോട്ടീൻ കെരാറ്റിൻ ആണ്, കെരാറ്റിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിൽ ഈ ബയോട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഏത് വൈറ്റമിൻ ആണ്? ബയോട്ടിൻ ആർക്ക് പറയാം? ബയോട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് B7 ആണ് കേട്ടോ, B7. ഞാൻ സെവനപ്പിന്റെ ടിന്ന് ബയോട്ടിൻ B7 ബയോട്ടിൻ പഠിച്ചോണം. ഓക്കെ, അതെ. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നതും ഏതാണ്? വൈറ്റമിൻ H എന്നറിയപ്പെടുന്നതും B7 അല്ലെങ്കിൽ ബയോട്ടിൻ ആണ്. വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് B2 ആണ് കേട്ടോ, B2 2G. G എന്നറിയപ്പെടുന്നത് B2 ആണ് കേട്ടോ. G എന്നറിയപ്പെടുന്നത് B2 ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി. ചോദ്യം: വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അദാര്യമായി തീരുന്ന അവസ്ഥയുടെ പേരെന്താണ്? വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അദാര്യമായി തീരുന്ന അവസ്ഥയുടെ പേരാണ് സിറോഫ്താൽമിയ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കണ്ണിലേക്ക് പ്രകാശത്തെ കടത്തിവിടുന്ന ഭാഗമാണ് ഏത്? കണ്ണിലേക്ക് പ്രകാശത്തെ കടത്തിവിടുന്ന ഗ്ലാസ് പോലുള്ള ആവരണമാണ് കോർണിയ. കണ്ണിലേക്ക് പ്രകാശത്തെ കടത്തിവിടുന്ന ഗ്ലാസ് പോലുള്ള ആവരണമാണ് കോർണിയ. ഈ കോർണിയ എന്തായി പോവും? ആ കോർണിയയുടെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെട്ടു പോകും അല്ലേ? ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് എന്ത് പിള്ളേരെ? സിറോഫ്താൽമിയ. ഓക്കെ, തിമിരം എന്താണെന്ന് അറിയൂടാ? തിമിരവും ഇതുപോലെ സുതാര്യത നഷ്ടപ്പെടുന്ന കണ്ടീഷനാണ്. എന്തിന്റെ? നമ്മുടെ കണ്ണിലെ ലെൻസിന്റെ സുതാര്യത, ലെൻസിന്റെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുന്ന രോഗമാണ് തിമിരം. മനസ്സിലായ? നമ്മുടെ കണ്ണിലെ ലെൻസിന്റെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുന്ന രോഗമാണ് തിമിരം എന്ന് പറയുന്നത്. തിമിരം. ഓക്കെ, ഇനി നമ്മുടെ കണ്ണിലെ ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്തികത നഷ്ടപ്പെടുന്ന രോഗമുണ്ട്. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത സ്പെല്ലിംഗ് തെറ്റിയല്ലോ. ഇലാസ്തികത നഷ്ടപ്പെടുന്ന രോഗം ഏതാ? പറ. ഇലാസ്തികത നഷ്ടപ്പെടുന്ന രോഗമാണ് വെള്ളെഴുത്തല്ലെങ്കിൽ പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് പറയും. ഓക്കെ, അപ്പൊ കോർണിയയുടെ അദാര്യത അത് സിറോഫ്താൽമിയാണ്. ലെൻസിന്റെ അദാര്യത അത് തിമിരമാണ്. ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ്ബയോപ്പിയ. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലോക്കോമ നിങ്ങൾക്ക് അറിയാം. ഗ്ലോക്കോമ എന്താ? ഗ്ലോക്കോമ പറയടാ. ഗ്ലോക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്വസ് ദ്രവത്തിന്റെ പുനരാഗീകരണം ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ കുറയുമ്പോൾ, അക്വസ് ദ്രവത്തിന്റെ പുനരാഗീകരണം കുറയുമ്പോൾ കണ്ണിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ്. അക്വസ് ദ്രവത്തിന്റെ പുനരാഗീകരണം നടക്കാതാകുമ്പോൾ കണ്ണിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. അക്വസ് ദ്രവത്തിന്റെ പുനരാഗീകരണം നടക്കാതാകുമ്പോൾ കണ്ണിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ഓക്കെ, അടുത്ത ചോദ്യം: തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഏതിന് ഉദാഹരണമാണ്? പിള്ളേരെ, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഒരു ജീൻ ബാങ്ക് ആണ്. ജീൻ ബാങ്ക് ആണ്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി
ഒരു ജീൻ ബാങ്ക് ആണ് കേട്ടോ, ജീൻ ബാങ്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത ചോദ്യം ചെയ്തേ. സ്ഥിതികോർജം, MgH, ഗതികോർജം. നമുക്കറിയാം ഗതികോർജത്തിന്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് mv² ആണ്. അതായത് mv²/2. ഹാഫ് mv² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mv²/2 ആണ് അല്ലേ? അപ്പൊ പിള്ളേരെ ആൻസർ ഏത് വരും? ആൻസർ ഏത് വരൂടാ? ഓപ്ഷൻ എ വരും. ഓപ്ഷൻ എ, mv²/2. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി വികിരണം എന്നറിയപ്പെടുന്നു. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണോ വികിരണം? ആണോ? അല്ല. ഓക്കെ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സ്ഥാനമാറ്റം. സ്ഥാനമാറ്റം വഴി ചാലനമാണോ? സ്ഥാനമാറ്റം വഴി സംവഹനം. തന്മാത്രകളുടെ കമ്പനം വഴിയാണ് ചാലനം. തന്മാത്രകളുടെ കമ്പനം വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. സംവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം. മാധ്യമ സഹായം ഇല്ലാതെ നടക്കുന്ന താപപ്രേഷണമാണ് വികിരണം. സെറ്റ്. അടുത്ത്, ഖരം, ദ്രാവകം, വാതകം എന്നിവ താപം ലഭിക്കുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. ഖരം, ദ്രാവകം, വാതകം എന്നിവ താപം ലഭിക്കുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. പിള്ളേരെ ആ ഒരു പ്രസ്താവന ശരിയാണ്. സങ്കോചിക്കുവാനും വികസിക്കുവാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്നവയാണ് ലബോറട്ടറി തെർമോമീറ്റർ, ക്ലിനിക്കൽ തെർമോമീറ്റർ എന്നിവ. അതും പിള്ളേരെ ശരിയാണ് അല്ലെ? അതും ശരിയാണ്. ഓക്കെ, ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കളെ സുജാലകങ്ങൾ എന്ന് വിളിക്കുന്നു. തെറ്റാണ്. കുജാലകങ്ങൾ എന്നാണ് വിളിക്കുന്നത് അല്ലെ? സുജാലകങ്ങളല്ല, കുജാലകങ്ങൾ. അപ്പൊ നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ്. ഏതാണ് പിള്ളേരെ ശരിയായ പ്രസ്താവനകള്? 2, 3 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, കൊള്ളാം. മണ്ണെണ്ണ വിളക്കിലെ തിരിയിലൂടെ മണ്ണെണ്ണ മുകളിലേക്ക് ഉയരാൻ കാരണം ഏതാണ്? അറിയാം, കേശികത്വം അല്ലേ? കേശികത്വം നമ്മളതൊക്കെ ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിച്ചിട്ടുണ്ട്. കേശികത്വത്തിന്റെ ആ ഒരു പോയിന്റ്, ആ ഒരു ചോദ്യം ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ് അല്ലെ? കേശികത്വം. അടുത്ത ശരിയായ പ്രസ്താവന ഏതാണ്? ഗോളീയ ദർപ്പണങ്ങളിൽ പതനകോൺ പ്രതിപതന കോണിനേക്കാൾ വലുതായിരിക്കും. ഗോളീയ ദർപ്പണങ്ങളിൽ പതനകോൺ പ്രതിപതന കോണിനേക്കാൾ ചെറുതായിരിക്കും. ഗോളീയ ദർപ്പണങ്ങളിൽ പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. പഠിച്ചു വെക്കുക. ഗോളീയ ദർപ്പണങ്ങളിൽ പതനകോണും പ്രതിപതനകോണും തുല്യം. ഗോളീയ ദർപ്പണങ്ങളിൽ പതനകോണും പ്രതിപതനകോണും തുല്യമാണ്. അടുത്ത ചോദ്യം, വേഗത്തിൽ ചലിക്കുന്ന ഒരു ട്രെയിനിന്റെ ശബ്ദം അകലേക്ക് പോകുമ്പോൾ കുറയുന്നതായി അനുഭവപ്പെടാൻ കാരണം എന്താണ്? വേഗത്തിൽ ചലിക്കുന്ന ഒരു ട്രെയിനിന്റെ ശബ്ദം അകലേക്ക് പോകുമ്പോൾ കുറയുന്നതായി അനുഭവപ്പെടാൻ കാരണം ഡോപ്ലർ പ്രഭാവമാണ് പിള്ളേരെ. ഓപ്ഷൻ സി. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്നുണ്ട്, അതിപ്പോ ലേറ്റ് ആയിപ്പോയി. വേറൊരു ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാമേ. അടുത്ത ചോദ്യം, അൻഡോയിൻ ലാവോസിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല? 1, മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചു. ശരിയോ തെറ്റോ? ലാവോസിയ മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചു. ശരിയാണ്. ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകി. ശരിയാണോ? ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകി. ശരിയാണ്. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തി. ശരിയാണോ? ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തി. ശരിയാണ്. മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. ശരിയാണോ? ശരിയാണ്. അതായത് ഇവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. മാസ് സംരക്ഷണ നിയമം, ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇദ്ദേഹമാണ്. എന്നാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം, ഊർജ സംരക്ഷണ നിയമം ആൽബർട്ട് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, പെട്രോളിയത്തിൽ നിന്ന് പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ തുടങ്ങിയവ വേർതിരിക്കുന്ന പ്രക്രിയ പിള്ളേരെ അംശിക സേതനമാണ്. പെട്രോളിയത്തിൽ നിന്ന് പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ തുടങ്ങിയവ വേർതിരിക്കുന്ന പ്രക്രിയ അംശിക സേതനമാണ്. 78, സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? സ്മെല്ലിംഗ് സാൾട്ട് ആർക്ക് പറയാം? സ്മെല്ലിംഗ് സാൾട്ട് എന്താണ്? അമോണിയം ക്ലോറൈഡ് ആണോ സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത്? അമോണിയം ക്ലോറൈഡ് ആണോ?
അമോണിയം കാർബണേറ്റ് ആണ്. അമോണിയം കാർബണേറ്റ് ആണ്. അമോണിയം കാർബണേറ്റ് ആണ്. അമോണിയം കാർബണേറ്റ് ആണ്. അമോണിയം കാർബണേറ്റ് ആണ് സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത്. കാറിലൊക്കെ കയറുമ്പോൾ നല്ല സ്മെല്ലാണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. കാറിലൊക്കെ കയറുമ്പോൾ നല്ല സ്മെല്ലാണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അമോണിയം കാർബണേറ്റ്. അമോണിയം കാർബണേറ്റ് കാറിൽ നല്ല സ്മെല്ലെന്ന് ഓർത്ത് സ്മെല്ലിംഗ് സാൾട്ട്. ചോദ്യം 3D5,4S1 എന്ന ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? 3D5,4S1 എന്ന ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകം ഏത് ബ്ലോക്കിൽ? ഏത് ബ്ലോക്കാണ് പിള്ളേരെ? ഡി ബ്ലോക്ക് ആണ് അല്ലെ? ഡി ബ്ലോക്ക് ആണ്. ഡി ബ്ലോക്ക്. ഓക്കെ, ഡി ബ്ലോക്ക് ആണ്. അടുത്ത, ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകം ശരിയാണോ? നിരോക്സീകരണത്തിൽ ഹൈഡ്രജൻ സ്വീകരിക്കപ്പെടുന്നുണ്ടോ? ഉണ്ടോ? നിരോക്സീകരണത്തിൽ ഹൈഡ്രജൻ സ്വീകരിക്കപ്പെടുന്നുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? എല്ലാവരും പോയോ? ഇല്ലേ? നിരോക്സീകരണത്തില് ഹൈഡ്രജൻ സ്വീകരിക്കപ്പെടുന്നുണ്ട്. ലോഹ ഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകമാണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. നിങ്ങൾ ആ താഴോട്ടുള്ള ഓപ്ഷൻ വായിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇരുന്ന് ഈ പമ്മി ഇരിക്കുന്നത്. എനിക്കറിയാം, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോയത്, ലേറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, വർക്കൗട്ട് എടുക്കാത്തതിന് ഇന്നലെ നിങ്ങളുടെ മാർക്ക് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാരണം പലർക്കും മാർക്ക് കുറവാണ്. വർക്കൗട്ടാണ് നിങ്ങളുടെ റിവിഷൻ. നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നു, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർക്കുന്നു, വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്നു. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മാർക്ക് കമന്റ് ചെയ്യുക. 35 കൂടുതലാക്കലുണ്ടോ? 35+. ഇല്ല. 30+ ഉണ്ടോ? ഓക്കെ, 30+ ആരൊക്കെടാ? 30+. ഓക്കെ, 30+. കൃഷ്ണേന്ദു 30.2.66, രാഗി 32.66, രമ്യ 34, ശിവപ്രിയ 33, വിൻസി 32, പ്രിയങ്ക 30, റുബീന 34, മനു 34, മനീഷ 31, രേഷ്മ 30, പിങ്കി 30, അനലക്ഷ്മി 32. ഓക്കെ, ശരി. 25+. ശ്രുതി, അഞ്ജന, ശ്രുതി 27, അഞ്ജന കിരൺ 29, ദീപ്തി 28, ആനി തങ്കച്ചൻ 26. ഓക്കെ, സൗമ്യ KB 26. ശരി. 20+ ഉള്ള എല്ലാവരും മാർക്ക് കമന്റ് ചെയ്ത്. 20+, 20 കൂടുതലുള്ളവര് പകുതി മാർക്കെങ്കിലും വാങ്ങണം നിങ്ങൾ ഇതില്. എനിക്കറിയാം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിക്കാൻ സമയം കിട്ടി കാണുള്ള ഇത്തിരി ഫാസ്റ്റ് ആയിട്ടായിരിക്കും പോയത്. മാർക്ക് നോക്കിയിട്ടില്ല. ഓക്കെ, മാർക്ക് നോക്കണം കേട്ടോ. മാർക്ക് കൂടെ നോക്കി വരണേ വർക്കൗട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ശരി. ഓക്കെ, ഇന്നലത്തെ വർക്കൗട്ട് ഫസ്റ്റ് ലൈവ് ക്ലാസ് ആണോ? ഓക്കെ. അടുത്ത ക്ലാസ്സോട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഏതാ റുബി, ഏതാ രേഷ്മ ഉദ്ദേശിക്കുന്നേ? പ്രിലിംസിന്റെ ക്വസ്റ്റ്യനാ? അത് വർക്കൗട്ട് ചെയ്യണോ? വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. ഞാൻ നാളെ എടുക്കാതെ. ഓക്കെ, ശരി. ബൈ, ഗുഡ് നൈറ്റ്. പൊക്കോ, ടാറ്റ.